ഏയ് വിടാൻ നോക്ക്. വിടരുതവനെ. അയ്യോ. നിൽക്കൂ പാട്രിക്. അവൻ താഴേക്ക് ചാടിയല്ലോ. എന്താണ് അവൻ്റെ ഉദ്ദേശം? ഇരുട്ടാണല്ലോ മൊത്തം. താഴേക്കിറങ്ങണോ? നമുക്കൊന്ന് ആലോചിക്കാം. ഹെൻറി, നിങ്ങളെന്താ മിണ്ടാത്തത്? എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ, പറയൂ. പക്ഷേ പറയാനുള്ളത് നല്ല കാര്യങ്ങളല്ല ക്യാപ്റ്റൻ. പറയൂ ഹെൻറി, മുഖവുര ആവശ്യമില്ല. അതെ, അവൻ്റെ ഭാവമാറ്റം നിങ്ങൾ കണ്ടതല്ലേ? അവൻ്റെ പല്ലുകൾക്ക് നീളം കൂടിയതും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഉവ്വ്, ഡ്രാക്കുള പാട്രിക്കിനെ പൂർണ്ണമായും അടിമയാക്കി കഴിഞ്ഞു. നമ്മൾക്കിനി ഒന്നും ചെയ്യാനാവില്ല. എന്ത്? പക്ഷേ എങ്ങനെ ഡ്രാക്കുള അവനെ അടിമയാക്കി? പറയാം, എല്ലാം പറയാം. പക്ഷേ നമ്മളാരും ഇനി ജീവനോടെ കര കാണുമെന്ന് തോന്നുന്നില്ല. ഇല്ല ഹെൻറി, നിങ്ങൾ നുണ പറയുകയാണ്. നമ്മൾ രക്ഷപ്പെടും, എനിക്ക് വിശ്വാസമുണ്ട്. അല്ല ക്യാപ്റ്റൻ, നമ്മളെ അവൻ ഈ കപ്പലിലേക്ക് തന്ത്രപൂർവം കയറ്റുകയായിരുന്നു. എന്തിന്? അവന് അമേരിക്കയിലെത്തും വരെ ശക്തനായിരിക്കാൻ കുറെ പേരുടെ രക്തം വേണം. അതിന് ഹെൻറി, നിങ്ങൾ പറയുന്നത് അവനുള്ള ഭക്ഷണമായാണോ നമ്മളെ നിർത്തിയിരിക്കുന്നതെന്നാണോ? സത്യം, അവൻ പാട്രിക്കിൻ്റെ രക്തം കുടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒപ്പം അവനെ അടിമയുമാക്കി കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ നിയന്ത്രണത്തിലായിരിക്കും പാട്രിക്. പക്ഷേ എങ്ങനെയാണ് അവൻ ആളുകളെ അടിമയാക്കുന്നത്? രക്തം കുടിക്കുന്നതിനൊപ്പം അവൻ്റെ രക്തം കുറച്ച് ആളുകളിലേക്കും അവൻ പകർന്നു നൽകും. അതോടെ അവർ അവൻ്റെ അടിമകളുമാകും. ഹോ, ഭയങ്കരം. നാം ഇനി എന്തു ചെയ്യും? കയ്യിലിരിക്കുന്ന ബാഗുകളിൽ വെളുത്തുള്ളിപ്പൂക്കൾ ഉണ്ടോ എന്ന് നോക്കൂ. കുരിശുമാലകളും. ആ ബാഗ് ഇങ്ങെടുക്കൂ. ഭാഗ്യം, കുറച്ച് പൂക്കൾ ഇതിലുണ്ട്. നാം കപ്പലിൽ വെച്ചെടുത്തതാണിവ. കുരിശുമാലയൊന്നും തന്നെ ഇല്ല, എൻ്റെയും ഹെൻറിയുടെയും കഴുത്തിലുള്ളത് ഒഴികെ. എനിക്കൊരാശയം തോന്നുന്നു. ഈ വെളുത്തുള്ളിപ്പൂക്കൾ കോർത്ത് ഒരു മാല ഉണ്ടാക്കാം. പിന്നീട് അത്... എന്താണോ ശബ്ദം?